ഗുഡ് മോർണിംഗ്. ഇത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നോക്കുമ്പോൾ നല്ല വെയിലുണ്ട്. ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു. മഴ പെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് ഇവിടെ മൊത്തം നല്ല പച്ചപ്പാണ് കേട്ടോ. ഇഷ്ടംപോലെ മരങ്ങളുണ്ട് ചുറ്റും. അതേപോലെ തന്നെ ഈ മഴയും കൂടി ആവുമ്പോൾ മൊത്തം കാടൊക്കെ പോലെ ആവും, പച്ചപ്പൊക്കെ ആവും. ദേ കൂടെ കണ്ടോ, ഒരു അമ്പഴങ്ങിയാണ് ഉണ്ടായിരിക്കണത്. തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാവുണ്ട്. പിന്നെ ദേ അപ്പുറത്തെ വീട്ടിലെ പ്ലാവിലാണെങ്കിൽ നിറയെ ചക്കയും ഉണ്ട്. ദേ കണ്ട, ഇന്ന് നല്ല സൂര്യനുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതേപോലെ തന്നെ ഇന്ന് മഴക്കാറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് മൊത്തം കുറേ മരങ്ങളുണ്ട്. ഇവിടെ ഒരു അമ്പഴങ്ങിയുണ്ട് നമുക്കവിടെ. ഇതേ മഴക്കാറ് കണ്ടോ. പിന്നെ നമ്മൾ പയ്യെ പറമ്പിലേക്കൂടെയൊക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങി. ഇത്രയും മരങ്ങളും ചോലയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിവിടെ ചെടിയൊന്നും നട്ടാൽ അങ്ങനെ ഉണ്ടാവില്ല. അത് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കി, ഇത് തൊട്ടപ്പുറത്തെ സൈഡിലാണ്. അവിടെയാണെങ്കിലും മൊത്തം വേപ്പും അങ്ങനെ ഓരോ കാര്യങ്ങളാണ് ഉള്ളത്. അല്ലാതെ ചെടികളും പൂക്കളും ഒന്നും ഉണ്ടാവില്ല. അപ്പം ഇഷ്ടംപോലെ വേപ്പുണ്ട് ഇവിടെ. എന്നിട്ട് കുറേയൊക്കെ നമ്മൾ വെട്ടിക്കളയേണ്ടി വന്നു, കാരണം അത്രയും വേപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു റംബൂട്ടാൻ നട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മണ്ണോത്തിന്ന് മേടിച്ചാണ്ട്. അത് ആ കരിഞ്ഞില പോലെ നിൽക്കണില്ലേ, അതാണ്. ഹൈബ്രിഡാണ്, വേഗം ഉണ്ടാവും, 2-3 വർഷം കൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നട്ടേക്കുന്നതാണ്. അതിപ്പോൾ അത്രയും ഹൈറ്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഉള്ളത് ഫാഷൻ ഫ്രൂട്ടാണ്. ഫാഷൻ ഫ്രൂട്ട് നമ്മളിവിടെ പടർത്തി വിട്ടേക്കാണ്, മുകളിലേക്കാണ് വളർത്തി വിട്ടേക്കുന്നത്. പിന്നെ കോവലും ഉണ്ട്. അപ്പോൾ ഈ ഫാഷൻ ഫ്രൂട്ടും കോവലൊക്കെ കൂടി തൊട്ട് ഫ്രണ്ടിൽ നിൽക്കണം മാവിലേക്ക് പടർന്ന് കയറിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഫാഷൻ ഫ്രൂട്ട് കിട്ടണത് വളരെ കുറവാണ്. ഇതേ പൂവൊക്കെ ഉണ്ടാവാറുണ്ട്, 1-2 കിട്ടിയാൽ നമുക്കുള്ളൂ, അല്ലാതെ എപ്പോഴും അത് കിട്ടാറില്ല. കോവൽ നമുക്ക് എപ്പോഴും കിട്ടാറുണ്ട്. എപ്പോഴും ഒരു ഒലത്തിനുള്ള കോവൽ ഇതിന്മേൽ എന്തായാലും ഉണ്ടാവും. ഞാൻ നോക്കട്ടെ, കോവൽ ഇതിലുണ്ടെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. കോവലിങ്ങനെ തപ്പി നടന്നിട്ട് നമുക്ക് അതെ ഇവിടെ 2 കിടപ്പുണ്ട് കണ്ടോ. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതേ കിടക്കുന്നുണ്ടോ 2. ഇതേപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. നമ്മളൊരു ഒലത്തിനൊക്കെ വേണ്ടിയിട്ട് എടുക്കാറുണ്ട് കോവൽ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇത് ഞാൻ ജൂൺ 1 ഷൂട്ട് ചെയ്താണ് കേട്ടോ. അപ്പോൾ അതേ ടി വി തുറന്നപ്പോൾ മൊത്തം പ്രവേശനോത്സവത്തിൻ്റെ ബഹളമാണ്. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയാണ്. അതിൻ്റെ ഇടയിൽ ഒരു ദൊഡലി പോലെ കിടക്കുന്നുണ്ട്. അത് അമ്മയുടെ സ്പെഷ്യൽ ദൊഡലി ഉണ്ട്. ഇഡ്ഡലിയും സാമ്പാറുമാണ് കേട്ടോ. സാമ്പാർ ഇതേ നോക്കിയേ കണ്ടോ. ഇഡ്ഡലിയും സാമ്പാറും രാവിലെ, പിന്നെ ഒരു ചായയും കൂടി കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് സിമ്പിൾ ഡിഷായിരുന്നു, പരിപ്പും ചോറും അച്ചാറുമാണ്. എനിക്ക് പരിപ്പും ചോറും ഭയങ്കര ഇഷ്ടമാണ്. മാങ്ങാച്ചാറാണ് ഇട്ടുണ്ടായിരുന്നത്, സൂപ്പറായിരുന്നു. പിന്നെ വൈകിട്ട് നമുക്കൊരു പാൽ ചായയും കപ്പ് കേക്കും ആയിരുന്നു. പിന്നെ വൈകിട്ട് വിച്ചു വന്നപ്പോൾ നമുക്കിന്ന് സ്പെഷ്യൽ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അൽഫാം. അപ്പോൾ അത് തുറന്ന് നോക്കാണ്. തൊട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു കടയിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി അൽഫാമും കുബൂസും കൂടി കഴിക്കണമായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കുബൂസും ഇതൊക്കെ കൂടി വിച്ചു ഓൾറെഡി ഫുഡ് കഴിച്ചിട്ട് വന്നുകൊണ്ട് ഹാഫാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി ഞങ്ങൾ കഴിച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്. താങ്ക് യു.